ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുന്നത്. ഒളിമ്പസിന്റെ ചയോഗ സാധന എന്ന പരമ്പരയിൽ ഇന്ന് നമ്മളിതിന്റെ ഒരു പരിസമാപ്തി ആയി ചെയ്യുന്ന ഒരു ക്രിയയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന വിശ്വബന്ധനം എന്ന ഒരു ചക്രധ്യാനമുണ്ട്. ചക്രങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ധ്യാന പരിശീലനമുണ്ട്. ഇത് സാധാരണ നമ്മൾ ഈ ക്യാമ്പുകളിലൊക്കെ വരുന്ന ആളുകളെ ഈ ചക്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താനും അവയെ എനർജൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നിനെ നമ്മുടെ ബോധവുമായി കണക്ട് ചെയ്തുകൊണ്ട് ബോധിപ്പിക്കാൻ വേണ്ടി ഉരുവാക്കിയ ഒരു പ്രാക്ടീസാണ്. അപ്പോ അത് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വവന്ദനം links chakras to awareness and shares energy with all beings. വിശ്വവന്ദനത്തിന്റെ ചയോഗ മാതൃക. വിശ്വവന്ദനം എന്നത് മനുഷ്യന്റെ ധർമ്മപരമായ ഊർജ കേന്ദ്രങ്ങളെ അഥവാ ചക്രങ്ങളെ ബോധവുമായി ബന്ധിപ്പിക്കുന്ന പരിശീലനമാണ്. അതിനായി നാം ആദ്യം ചെയ്യുന്നത് ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന 14 ബോധപാളികളെ അഥവാ തലങ്ങളെ സങ്കല്പിച്ച് കരതലത്തിന്റെ ഊർജവുമായി ബന്ധിപ്പിച്ച് ഉണർത്തി ഒരു പ്രാഥമിക സാധന അതിർത്തി രൂപീകരിക്കലാണ്. തുടർന്ന് നാം കാതുകളടച്ച് പ്രതീകാത്മകമായി ഇന്ദ്രിയ ബന്ധനം ചെയ്തതിന് ശേഷം നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളുമായി കരതല ഊർജത്തെ ബന്ധിപ്പിച്ച് ഉണർത്തിക്കൊണ്ടുപോകുകയാണ് ചെയ്യുക. ആദ്യം മുന്നോട്ടും തുടർന്ന് വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും വീണ്ടും മുന്നോട്ടും ഈ ക്രിയ ചെയ്തതിന് ശേഷം ഇത്ര നേരം ആർജിച്ചും ശുചീകരിച്ചും ശുഭീകരിച്ചും ചാലനം ചെയ്ത ഊർജത്തെ അനുഗ്രഹമുദ്രയിലൂടെ ത്രിദിക്കുകളിലുമുള്ള സർവ ചരാചരങ്ങളിലേക്കും പകർന്നുകൊണ്ടാണ് ഈ ക്രിയ അവസാനിപ്പിക്കുക. സത്തയുടെ അകത്തും പുറത്തുമുള്ള പ്രാപഞ്ചിക ചലനാത്മകതയുടെ ഭാഗമായ വ്യവസ്ഥാ ചാലനങ്ങളെ ബോധവുമായി ബന്ധിപ്പിച്ച് സമപാദത്തിൽ നിലനിർത്തി സർവരിലേക്കുള്ള ഊർജ പാരസ്പര്യ ബാന്ധവം സ്ഥാപിച്ചുകൊണ്ടാണ് ചയോഗ സാധനയുടെ ഈ പരിശീലന ക്രമം നാം അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടാണ് നമ്മൾ ഈ ഒരു വിശ്വവന്ദനം എന്നുള്ളത് ചെയ്യുന്നത്. അതിനെ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ അതിനെ ആദ്യം ചിട്ടപ്പെടുത്തിയിരുന്നത്. വിശ്വവന്ദനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഊർജ കേന്ദ്രങ്ങളെ ശരീരത്തിന് പുറത്തുള്ള ഭൗമമായ നിലകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഉണർത്തി എടുത്തിരുന്നത്. ഇത് ഊർജ കേന്ദ്രങ്ങൾ ഉണ്ടെന്നുള്ള ബോധമുണ്ടാക്കാനും ഊർജത്തെ ശ്രദ്ധിക്കാനും വേണ്ടിയുള്ള ഒരു പരിശീലനമായിട്ടാണ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഈ ചയോഗ സാധനയുടെ ഭാഗമായി അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിന് നിന്നുകൊണ്ടുള്ള ഒരു ബോധ ഊർജ വിനിമയമാക്കി ബന്ധിപ്പിക്കുകയാണ് നമ്മൾ ഇതിനെ ചെയ്തത്. അതായത് മറ്റ് നമ്മുടെ ചയോഗ സാധന ഇതുവരെ ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളുണ്ട്. ആ പ്രാക്ടീസുകളുമായിട്ട് ഈ വിശ്വവന്ദനം എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ മെർജ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ചയോഗ മാതൃക എന്ന് പറയുന്നത്, വിശ്വവന്ദനത്തിന്റെ ചയോഗ മാതൃക എന്ന് പറയുന്നത്. വിശ്വവന്ദനം എന്നത് മനുഷ്യന്റെ ധർമ്മപരമായ ഊർജ കേന്ദ്രങ്ങളെ അഥവാ ചക്രങ്ങളെ ബോധവുമായി ബന്ധിപ്പിക്കുന്ന പരിശീലനമാണ്. ഈ ധർമ്മപരമായ ഊർജ കേന്ദ്രങ്ങൾ എന്താണ്? ഈ ധർമ്മപരമായ ഊർജങ്ങൾ, ഒരു ജീവി ഉണ്ടാകുമ്പോൾ അതിന്റെ ധർമ്മങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പ്രാഥമികമായ ജൈവ രൂപം എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ നിലനിൽക്കുക, അതിജീവിക്കുക എന്നുള്ളതാണ് ധർമ്മമായി സ്വീകരിക്കുന്നത്, അല്ലെ? ഒരു അമീബ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിത്ത് വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ജീവിയായിട്ട്, ഒരു സിക്താണ്ഡം ഒരു ജീവിയായി രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ അതിജീവിക്കുക എന്നുള്ളതാണ്. നിലനിൽക്കുക, അതിജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം. അതിനുശേഷം അതിന്റെ ജീവിത വ്യാപാരങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതിന്റെ അടുത്ത ശ്രമം. ജീവിത വ്യാപാരങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക, ഇണ ചേരുക, അങ്ങനെ ജീവിതത്തിന്റെ പ്രാഥമിക വ്യാപാരങ്ങൾ എന്നുള്ളത്. നിലനിൽക്കുക എന്നുള്ളത് ആദ്യം, ജൈവ രൂപത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. അതിനുശേഷം
അതൊരു സൃഷ്ട്യാത്മകമായ രൂപത്തിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. മൂന്നാമത് കുറച്ചുകൂടെ വികസിക്കുന്ന സമയത്ത്, വികസിക്കാന്ന് വെച്ചാൽ ഇടപെട്ടുകൊണ്ട് നിലനിൽക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു ജൈവാവസ്ഥയ്ക്ക് പകരം തനിക്ക് വേണ്ടുന്നത് കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രകളോ പ്രവർത്തനങ്ങളോ ഒക്കെ ചെയ്യുന്ന ഉൽപാദനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. ഇതെല്ലാം തന്നെ ഒരു കേവല ജീവിയുടെ സ്വഭാവങ്ങളാണ്. കേവല ജീവി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, റെപ്റ്റീലിയൻ എന്ന് വേണേൽ പറയാം. റെപ്റ്റൈൽസ് ഉണ്ടല്ലോ, ഉരകങ്ങളുടെ സ്വഭാവമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുക. ഉരകങ്ങൾക്കാണ് ഈ സ്വഭാവം, അതിജീവിക്കുക, അതിന്റെ ഇണചേരുക, വേണ്ടത് ഭക്ഷണം തേടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി അത് യാത്ര ചെയ്യുകയോ തനിക്ക് വേണ്ടുന്നതിനെ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുന്ന ഉൽപാദനപരമായ കാര്യങ്ങൾ ചെയ്യും. ഇത് റെപ്റ്റീലിയൻ സ്വഭാവമാണ്, ഉരക സ്വഭാവമാണ്. ഇത് കേവലമായിട്ടുള്ള എല്ലാ ജീവികളിലും അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളൊരു സസ്തനിയുടെ രൂപത്തിലേക്ക്, കേവല ജീവരൂപത്തിൽ നിന്നും സസ്തനിയുടെ രൂപത്തിലേക്ക് നമ്മൾ മാറുന്നു. സസ്തനിയുടെ രൂപത്തിലാകുമ്പോഴാണ് കുഞ്ഞിനോടുള്ള സ്നേഹം, പിന്നെ എന്താ പറയാ, ആ വിധത്തിലുള്ള കുഞ്ഞിനെ പാലോട്ടാനുള്ള ധർമ്മങ്ങൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്നേഹം, കരുണ, കരുതൽ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു കുടുംബ സംവിധാനത്തിലേക്ക്, ഒരു കേവല ജീവി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുന്നത്. അതിന് മാമേലിയൻ എന്നാണ്, സസ്തനിയുടെ രൂപത്തിലുള്ള ജീവികളിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ മാമേലിയൻ സ്വഭാവം തുടങ്ങുന്നതിന്റെ ആദ്യ ഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ, അടുപ്പങ്ങൾ, പാരസ്പര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ആ പാരസ്പര്യത്തിന് മൂല്യങ്ങൾ, പാരസ്പര്യത്തെ നിലനിർത്താൻ പാകത്തിലുള്ള മൂല്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് ആ ഘട്ടത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതിനുമപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആശയവിനിമയം ചെയ്യുന്ന രീതിയിലേക്ക്, താൻ ബോധ്യപ്പെട്ട ഒരവസ്ഥയെ സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഒരു നിലനിൽപ്പിനായിട്ട് വിനിമയം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതാണ് പ്രകടനാത്മകമായ അവസ്ഥകൾ. പ്രകട മനസ്സ് സത്യത്തിൽ പ്രകടമാകുന്നത് ഈ ഒരു വികാസം പ്രാപിച്ച ജീവികളിലാണ്. ഇത് മാമേലിയൻ അല്ലെങ്കിൽ സസ്തനി എന്ന് പറയുന്ന ജീവികളിൽ വരുന്ന സ്വഭാവമാണ്. അടുത്തത് എന്ന് പറയുന്നത്, നമ്മൾ ഇനി ഏത് തരത്തിലുള്ള വഴിയിലേക്ക് പോകേണ്ടതുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പന എന്താണ്, ഇത് തന്റെ പരിസരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സങ്കല്പനങ്ങളിലൂടെ പോകുന്ന സ്വഭാവം എന്ന് പറയുന്നതാണ് അടുത്തത്. അപ്പോ ഇത് വെളിപാടുകളുമായി ബന്ധപ്പെട്ട്, ചോദനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ചോദനകൾ പ്രാകൃതികമായി വരുന്ന സമയത്ത് അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഉറച്ചു നിർത്തുകയാണ് ചെയ്യുക. അതിനുമപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ പ്രാപഞ്ചികമായ സംവിധാനവുമായിട്ട് കണക്ട് ചെയ്യുന്ന, പ്രപഞ്ചത്തിന്റെ ഭാഗമായി തീരുന്നൊരവസ്ഥയിലേക്ക് പോകും. ഈ പറയുന്ന അവസ്ഥകൾ, അത് ഇൻറ്റ്യൂഷനെ ആധാരമാക്കിയിട്ടും ഒക്കെ വരുന്നതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ. ഈ മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. ഈ മനനം ചെയ്യുന്നതിന്റെ ന്യൂനതകളെ ഒന്ന് മാറ്റിവെക്കുക. സാധാരണ രീതിയിൽ മനുഷ്യൻ എന്നുള്ള ആ രീതിയിലേക്ക് ഒരു ജീവി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ്. അതായത് ഇൻറ്റ്യൂഷനെയും അതുപോലെ ഒരു പ്രാപഞ്ചികമായ ഘട്ടങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഈ പറയുന്ന ഒരു ജൈവ പരിണാമം എന്നുള്ളത് ഒരു സൈഗോട്ടിനെ, അതായത് ഒരു മനുഷ്യ കുഞ്ഞിന്റെ ഭ്രൂണാവസ്ഥയിൽ നിന്നും, അമ്മയുടെ വയറ്റിൽ നിന്നും ഉള്ള വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഈ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് നമുക്ക് ഗർഭാവസ്ഥയിൽ ഇത് എന്റെ റെപ്റ്റീലിയൻ സ്വഭാവത്തിലൂടെ കടന്നു പോകും. അത് കഴിഞ്ഞിട്ട് ജനനം കഴിഞ്ഞിട്ടുള്ള ആദ്യകാലങ്ങളിൽ അതിന്റെ ഭൗതികമായ വളർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന വൈകാരികതകളുടെയും പ്രകടനപരതയുടെയും ഒക്കെ ഒരു അവസ്ഥയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം കുറച്ചുകൂടെ വികസിക്കപ്പെട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള ഇൻറ്റ്യൂഷൻസും തിരിച്ചറിവും അതുപോലെ തന്നെ പരിസരവുമായിട്ടും പ്രപഞ്ചവുമായിട്ടും ഒക്കെ ഇടപെടുന്ന ഒരു സ്വഭാവത്തിലേക്കും എത്താൻ ഉള്ള പ്രാപ്തിയിലേക്ക് വരും. ഇത് സത്യത്തിൽ ശരീരത്തിന്റെ ആന്തരിക ശേഷികളെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിനനുസരിച്ച് ബോധശേഷികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല.
അപ്പൊ ഇവിടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ശേഷികൾ വികസിക്കുന്നതിന് തത്തുല്യമായി ശരീരത്തിൽ ഉറച്ചു വരുന്ന സമഗ്ര സ്വഭാവം, അതായത് കേന്ദ്രീകൃത ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം നമുക്ക് അനുഭവവേദ്യമാകുന്ന ഇടങ്ങളെയാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഊർജ കേന്ദ്രങ്ങളെയാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് നാഡീ കേന്ദ്രങ്ങളായിട്ടും ഒക്കെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അവിടെ സർജറി ചെയ്ത് നോക്കിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇത് കാണാൻ കഴിയില്ല. എങ്കിലും ഒരു മനുഷ്യ ജീവിയുടെ വികാസത്തില് ഈ വക കാര്യങ്ങൾ ഉണ്ടാവും. അതിപ്പോ പരിണാമ ശ്രേണിയെ കുറിച്ചുള്ള നമ്മുടെ ഒരു അന്വേഷണം നടത്തിപ്പോയാൽ പരിണാമത്തിലും ഇതുപോലുള്ള വികാസങ്ങളാണ് ജീവികൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുക. പരിണാമം എന്നുള്ളത് കാലങ്ങൾ കൊണ്ടുണ്ടായതാണെന്ന് ഉള്ളൊരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ പോലും ഇത് കാലങ്ങൾ കൊണ്ടുള്ള അതല്ല, പ്രകൃതിയുടെ ഒരു വിന്യാസക്രമമാണ് എന്നൊരു വ്യാഖ്യാനം കൂടെ അപ്പുറത്തുണ്ട്. അതോടെ ഇരിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ജൈവ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ആർജിച്ചു വരുന്ന ശേഷികളെയാണ്, ആ ശേഷികൾക്കനുസരിച്ചുള്ള ഊർജസ്ഥാനങ്ങളെയാണ്, ശേഷികൾക്കനുസരിച്ച് അതിനാധാരമായി വരുന്ന ഊർജസ്ഥാനങ്ങളെയാണ് നമ്മൾ ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ചക്രങ്ങൾ ഉണ്ടെന്നും നമുക്ക് വ്യത്യസ്ത തലങ്ങളായിട്ടുള്ള ധർമ്മ പദ്ധതികൾ ഉണ്ടെന്നും ഉള്ളത് നമ്മുടെ ശരീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഇത് നമ്മുടെ യുക്തി നിറഞ്ഞ ചിന്തയിൽ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ബോധ്യമായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് നമ്മൾ ഈ ചക്രധ്യാനങ്ങളും ചക്ര പരിശീലനങ്ങളുമെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ബോധത്തെ ഇത്തരം ചക്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ചക്രധ്യാനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് വിശ്വവന്തരം എന്നുള്ള ക്രിയ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ ഒരു പരിശീലനത്തില് നമ്മുടെ ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിൽ മനുഷ്യന്റെ ബോധപരിണാമത്തെ അല്ലെങ്കിൽ ബോധ അവസ്ഥകളെ, ബോധത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒളിമ്പസില് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, ശിക്ഷിതാവബോധ മനസ്സ്, സഹജാവബോധ മനസ്സ്, അതുപോലെ തന്നെ പരിമനസ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പുറത്തേക്ക് പോകുമ്പോൾ പ്രകട മനസ്സ്, പ്രതിമനസ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത്രയും കൊണ്ടല്ലാതെ തന്നെ ഒരുപാട് തലങ്ങളായിട്ട് 14 ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 14 ലോകങ്ങൾ എന്നുള്ളത് ഇപ്പോ ഗരുഡ പുരാണം മുതലുള്ള കാര്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാനിത് മുഴുവൻ പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ അനുഭവിച്ചത് വെച്ചിട്ടാണ് നമ്മൾ 6 മനോതലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ബോധതലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഞാൻ എന്റെ അനുവാചകരെ പരിചയപ്പെടുത്തിയിട്ടുള്ളതും. എന്നാൽ ഭാരത പുരാണാതിഹാസങ്ങളില് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവയെ നമ്മുടെ ഈ ഒരു പ്രാക്ടീസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇത് ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ആ ശരീര തലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഒരു വിശ്വാസത്തെയും കൂടെ നമ്മൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്, ബിംബവൽക്കരിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. ഇത് ഒളിമ്പസ് ഡെവലപ്പ് ചെയ്തൊരു സംവിധാനമല്ല എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. അപ്പോ ഈ 14 ലോകം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വ്യാഖ്യാനമാണ്. 14 ലോകങ്ങളുടേതായിട്ടുള്ളത് ഒരു വ്യാഖ്യാനമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ അതായത് ഉപരിലോകവും ആന്തരിക ലോകവുമായിട്ട് നമുക്ക് കണക്കാക്കാം. ഉപരിലോകത്തിൽ ഏറ്റവും മുകളിലുള്ളത് ഈ സഹസ്രാര ചക്രത്തിന്റെ മുകളിലേക്ക് വരുന്നത്, അതിനും മുകളിലാണെന്നാണ് പറയുന്നത്. പരമമായ സത്യം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയില്ല, സത്യ അവസ്ഥയാണ്. അത് കേവല ജൈവ സ്വഭാവമാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് പരമമായ പ്രപഞ്ചത്തിന്റെ ജൈവ സ്വഭാവം. എന്താണ് ജൈവത എന്ന് പറയുന്നത്? സ്വയം നിർദ്ധാരണ സംവിധാനമാണ് ജൈവത എന്ന് പറയുന്നത്. ആ ജൈവതയാണ്. ആ ജൈവത എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമായിരിക്കുന്ന, സ്വയം നിർണയ അവസ്ഥയിൽ മാത്രമായിരിക്കുന്നതാണ് സത്യലോകം എന്ന് പറയുന്നതെങ്കിൽ, തപോലോകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മീയമായ തപസ് ചെയ്യാൻ പാകത്തിലുള്ള നമ്മുടെ ശക്തി, ശേഷി, ഇതുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന ഒരു തലമാണ്. അത് കഴിയുമ്പോഴാണ് ഈ ഒരു സത്യത്തിൽ നമ്മുടെ ആജ്ഞാചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ജ്ഞാനലോകം എന്ന് പറയുന്നു. ജ്ഞാനലോകം എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈൻ വിസ്റ്റമായിട്ട് അല്ലെങ്കിൽ നോളജുമായിട്ട് കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ജ്ഞാനം എത്രത്തോളം ഉണ്ട് അത് പ്രകടമാകുന്നത് ത്രോട്ടിലൂടെയാണ്, വിശുദ്ധി ചക്രത്തിലൂടെയാണ്. അതിനുശേഷമാണ് ബഹർലോകം എന്ന് പറയുന്നത്. അത് നമുക്ക് മറ്റുള്ളവയുമായിട്ട് ചേർന്നു പോകുവാനുള്ള ആ അനാഹത ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിനുപുറത്താണ് സ്വരലോകം എന്ന് പറയുന്നത്. അതായത്
നമുക്ക് ഈ സൗഖ്യം ഒക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നത് സോളാർ പ്ലക്സസിൽ മണിപൂരക ചക്രത്തിലാണ്. അപ്പോൾ അതിന്റെയും തൊട്ടു മുമ്പായിട്ടാണ് ഭുവർലോകം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശക്തി, ഊർജത്തെ ഉണർത്തിയെടുക്കാനുള്ള ആ ഒരു പ്രാണിക്കായിട്ടുള്ള ഒരു ബോധതലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മറ്റേ പുക്കളിന് തൊട്ടു താഴെയായിട്ട് വരുന്ന ഭാഗമാണ് ഭുവർലോകം. ഭൂലോകം എന്ന് പറയുന്നത് ഇതിനും താഴെയാണ് നമ്മൾ ഭൂമി എന്ന് പറയുന്നത്. എർത്ത്ലി കോൺഷ്യസ്, അതായത് നമ്മുടെ നിത്യേനയുള്ള ജീവിത വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എർത്ത്ലി കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ചക്രങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം എന്താ പറയാ, പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഈ പറയുന്ന പോയിന്റുകളിൽ മാത്രമല്ല, ചക്രങ്ങളിൽ മാത്രമല്ല, അതിന്റെ ചുറ്റിലും അതിന്റെ പരിസരത്തുമായിട്ട് നിൽക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിത് അനുഭവവേദ്യമാകുന്നത് നമ്മൾ അവിടേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ്. ഇതിനും അപ്പുറത്തേക്ക്, ഇതിനും താഴത്തേക്ക് വേറൊരു ഭൂമിക്ക് താഴെയുള്ള ഒരു ലോകമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എവിടെയാണ് ഈ ഭൂമിക്ക് താഴെയുള്ള ലോകം? നമ്മൾ ഒരിടത്ത് ഇരിക്കുന്നു എന്നിരിക്കട്ടെ, ഇരിക്കുന്നത് വരെയാണ് ഭൂലോകം വരുന്നത്. അതിന് താഴെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അതലം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അത് നമ്മുടെ ഈ സെൻഷ്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് അതിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ പലതരം താല്പര്യങ്ങൾ, ഇച്ഛകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അതിന് താഴെയാണ്. അതായത് മൂലാധാരത്തിനും താഴെയാണ്. നമ്മുടെ ഈ പലതരം ഭ്രമകൽപ്പനകൾ, മായകളെല്ലാം വരുന്നത് അതിന് താഴെയാണെന്ന് പറയപ്പെടുന്നു. ഇത് നമ്മുടെ ഈ പെൽവിസ് റീജിയൻ ഉണ്ടല്ലോ, നമ്മുടെ ഇടുപ്പല്ലിന്റെ ആ താഴെയായിട്ട് ഭാഗത്താണ് ഇതിനെ സങ്കല്പിക്കുന്നത്. അതുപോലെയാണ് പിന്നെ വിതലം എന്ന് പറയുന്നത്. വിതലം എന്ന് പറയുന്നത് നമ്മുടെ തുടകളിലാണ്. ഈ തുടകൾ നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ്. പലപ്പോഴും ആ ഭ്രമം എന്ന് പറയുന്നത് ഏതിനെ ആധാരമാക്കിയിട്ടുള്ളതാണെന്നൊന്നും പറയെങ്കിൽ അത് ലൈംഗികതയുടെ ഒരു പ്രത്യേക തലത്തിലെത്തുന്ന സമയത്ത് നമുക്കത് അനുഭവവേദ്യമാകുന്നതാണ്. അതല്ലാതെ തന്നെ പലപ്പോഴും നമ്മളെ പ്രകമ്പനം കൊള്ളിക്കുന്ന, നമ്മുടെ ഊർജത്തെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തലമാണ്. അതിന് വിതലം എന്നാണ് പറയുക. അത് കഴിഞ്ഞാണ് സുതലം എന്ന് പറയുന്നത്. ഈ സുതലം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇപ്പൊ നമ്മളിപ്പോ ഒരാളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നിരിക്കും. ആ മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് ആ മുട്ടുകുത്തൽ കൊണ്ടുണ്ടാകുന്നത് എന്താണ്? അവിടെ നമ്മുടെ ഒരു വിധേയത്വം കാണിക്കലാണ്. സത്യത്തിൽ അത് താഴ്ന്ന സ്വഭാവമാണ്, താഴ്ന്ന പ്രകൃതമാണെങ്കിൽ പോലും നമ്മൾ ഒരു വിധേയത്വം കാണിക്കലാണ്. അവിടെ ഒരു പാകമുണ്ട്. നമുക്ക് ഗുരുവിന്റെ മുന്നിൽ, ഈശ്വരന്റെ മുന്നിലൊക്കെ മുട്ടുകുത്തി നിൽക്കുക എന്നുള്ളത്. അവിടെ ഒരു വിധേയത്വമുണ്ട്. അതായത് ഈ താഴ്ലോകത്ത് ഏറ്റവും നന്നായി കാണുന്ന ഒരു സ്ഥലമാണ് സുതലം എന്ന് പറയുന്നത്. നല്ല സ്വഭാവം, നല്ല വെർച്യൂസ് ഉള്ള ഒരു അവസ്ഥ ഇവിടെ വരുന്നുണ്ട്. അതിനും താഴെയുള്ള നമ്മുടെ ശരീരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കാൽവണ്ണകളിലാണ് നമ്മുടെ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഈ അറിവുകേടുകൾ, പിന്നെ അതുപോലെ നമുക്കുണ്ടാവുന്ന വിഭ്രമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളതാണ് അത് ഈ കാൽവണ്ണയിൽ നിൽക്കുന്ന തലാതലം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മഹാതലം വരുന്നത്. മഹാതലം എന്ന് പറയുന്നത് ഭയത്തിന്റെ, ഇപ്പൊ നമുക്കൊരു ഒരു ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ തോന്നുന്നു. നമ്മളെ റിഫ്ലക്സിനെ ഏറ്റവും ആദ്യം പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ നെരിയാണി എന്ന് പറയുന്നത്, ആംഗിൾസ് എന്ന് പറയുന്നത്. അതാണ് മഹാതലം എന്ന് പറയുന്നത്. അതിനും താഴെ രസതലം എന്ന് പറയുന്നത്. രസതലം എന്ന് പറയുന്നത് ഭയം, ശരിയായ ഭയം, വെറുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇത് പാദത്തിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അതിനും താഴെ വരുന്നതാണ് നമ്മുടെ താമസികമായിട്ടുള്ള ഈഗോ എന്ന് പറയുന്നില്ലേ, ആ ഈഗോയുടെ ഒരു അവസ്ഥ വരുന്നത് പാതാളം എന്ന് പറയുന്നത്. പാദത്തിനും താഴെ, ഏറ്റവും താഴെയുള്ള ഭാഗത്ത്. ഇത് നമ്മുടെ ശരീരത്തിന് വെളിയിലായിട്ട് സങ്കല്പിക്കുന്നുണ്ട് പലരും. എന്നാലും ശരീരത്തിൽ ഇതെല്ലാം വേണം. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ പ്രവർത്തന ഭാവങ്ങളാണെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രവർത്തന സ്വഭാവങ്ങളെ, നമ്മുടെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ ചോദനകളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായി നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ശരീരധർമ്മങ്ങളെ ഈ വിധത്തിലെല്ലാം കരുതാൻ വേണ്ടി പാകത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാ ജന്തുക്കളിലെല്ലാം നമുക്ക് ഈ ഒരു തലങ്ങൾ നമുക്ക് അതിനകത്തുള്ളത് കാണാൻ കഴിയും. ഇത് ശരിയായ രീതിയിൽ പ്രയോഗത്തിൽ എത്തിക്കുന്നവനായതുകൊണ്ടാണ് മനുഷ്യൻ നിവർന്നു നിൽക്കുന്നത്. മറ്റു ജീവികളിൽ അത് താഴ്ന്നാണ് നിൽക്കുന്നത്, 4 കാലിലാണ് നിൽക്കുന്നത്, മനുഷ്യൻ നിവർന്നു നിൽക്കുന്നത്. ഇവയെല്ലാം തന്നെ അതിന്റെ ക്രമിതമായ രീതിയിൽ അത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്.
അപ്പോ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്റെ കണ്ടെത്തലുകളല്ല, ഇതെല്ലാം നമ്മുടെ ഗരുഡ പുരാണത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങളെ ഞാനിവിടെ ജസ്റ്റ് അതിന്റെ ഡേറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോ നമ്മൾ ഇവിടെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ കയ്യില് നമ്മുടെ ഊർജമുണ്ടല്ലോ, ആ കൈ കൊണ്ട് നമുക്ക് പലതും സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് ഇങ്ങനെ പലതും നമുക്ക് അറിയാനും അനുഭവിക്കാനും ഊർജ്ജവിനിമയം ചെയ്യാനും പറ്റും എന്നുള്ളത് ഇതിനു മുമ്പുള്ള പ്രാക്ടീസുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപയോഗിച്ചിട്ട് ഈ പറയുന്ന ഊർജ കേന്ദ്രങ്ങളെ എല്ലാം സെൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ ചയോഗ മാതൃകയിൽ, വിശ്വവന്തരത്തിന്റെ ചയോഗ മാതൃകയിൽ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ ഈ സാധന ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ശരീരപരിധി, ത്രികോണാകൃതിയിലുള്ള ഒരു ശരീരപരിധി, സാധനാ പരിധി, അതിന്റെ ഒരു അതിർത്തി നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും. ഇതിന്റെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ബോധം ഈ മണ്ഡലത്തിന്റെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇതാണ് നിന്റെ ബൗണ്ടറി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഇത് ചെയ്യുന്നത്. ഈ പ്രാഥമിക അതിർത്തി രൂപീകരിക്കുന്ന ചില ഊർജ്ജ വിനിമയം വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ അടുത്ത അവസ്ഥകളുമായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ അടുത്ത അവസ്ഥകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഉപരിവ്യവസ്ഥയായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് അല്ലെ, സമൂഹവുമായിട്ടും എന്റെ ഉപരിവ്യവസ്ഥയായിട്ട് കണക്ട് ചെയ്യുന്നത് എന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇന്ദ്രിയ ബന്ധനം ചെയ്യണം. ഇന്ദ്രിയങ്ങളെ നമ്മൾ വെളിയിലേക്ക് കൊടുക്കാതെ ഇരിക്കണം, ഇന്ദ്രിയങ്ങളിലേക്ക് നമ്മൾ കണക്ട് ആകാതിരിക്കണം. അതിന്റെ ഒരു സൂചനയായിട്ട്, അതിന്റെ ഒരു എന്താ പറയാ പ്രതീകാത്മകമായിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, കാത് രണ്ടും അടച്ചു പിടിക്കും, പിന്നെ നമ്മളൊന്നും കേൾക്കുന്നില്ല, അതിനൊപ്പം കണ്ണും അടയ്ക്കും. അത്രയും നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ഇന്ദ്രിയ ബന്ധനം എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവുകയാണ്. പ്രതീകാത്മകമായിട്ടാണ് ചെയ്യുന്നത്. പതുക്കെ ചെയ്ത് കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇന്ദ്രിയ ബന്ധനം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ട് ഓരോ ചക്രങ്ങളും, മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഓരോ ചക്രങ്ങളുടെയും മുമ്പിലേക്ക് പതുക്കെ കൈകൾ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഊർജത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല ചെയ്യുന്നത്, ഒരു ഊർജ കേന്ദ്രത്തിൽ നിന്നും അടുത്ത ഊർജ കേന്ദ്രത്തിലേക്ക് ഒരു തുറവി ഉണ്ടാകാൻ പാകത്തിന് ഊർജത്തിന്റെ ചാലനം ചെയ്യുക എന്നുള്ള പ്രക്രിയ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കൈകൾ ഇങ്ങനെ ഈ ഊർജ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ചക്രങ്ങൾക്ക് സമാന്തരമായി കൊണ്ടുപോകുമ്പോൾ തന്നെ ബോധം അതിനൊപ്പം പോയി നമ്മുടെ ചൈതന്യ കേന്ദ്രണം നടത്തി ചൈതന്യത്തെ ഉയർത്തി 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 കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. കരതല ഊർജത്തെ ബന്ധിപ്പിച്ച് ഉണർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുന്നത് നമ്മുടെ ദിക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ കാന്തികതയെ കുറിച്ചും നമ്മുടെ പ്രവർത്തന ദിശകളെ കുറിച്ചും പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വടക്ക് നോക്കി നിന്നിട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വടക്ക് നോക്കി നിൽക്കുന്നതിന്റെ മുൻപോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ വലത്തോട്ട് നോക്കിയിട്ട്, അതായത് കിഴക്കോട്ട് നോക്കിയാണ് ചെയ്യുക. അതിനുവേണ്ടി ശരീരത്തെ മൊത്തം തിരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, കാലുകൾ അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. അതിനുശേഷം പടിഞ്ഞാറേക്ക് ചെയ്യും. പിന്നെ ഇത് നിന്ന് നിപ്പിൽ തെക്കോട്ട് മലക്കം മറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നിന്ന് നിപ്പിൽ തന്നെ തെക്ക് ദിശയെ സങ്കല്പിച്ചുകൊണ്ട് കൂടെ നമ്മൾ മുൻവശത്ത് ഒന്നുകൂടെ ഇത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നു. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം മുന്നോട്ടും തുടർന്ന് വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും വീണ്ടും മുന്നോട്ടും ഈ ക്രിയ ചെയ്തതിനു ശേഷം ഇത്ര നേരം ആർജിച്ചും ശുചീകരിച്ചും ശുഭീകരിച്ചും ചാലനം ചെയ്ത ഊർജത്തെ നമ്മൾ ഇത്ര നേരം, അതായത് ചയോഗ സാധന തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഉണർത്തിക്കൊണ്ടുവന്ന അത് ഏതൊക്കെ തരത്തിൽ ഉണർത്തിയത്? ആദ്യം ആർജിച്ചു, അതിനെ സ്വീകരിച്ചു, ഊർജത്തെ സ്വീകരിച്ചു, പിന്നെ അതിനെ ശുചീകരിച്ചു, അതിനെ ക്രമപ്പെടുത്തി, അതിനെ ശുഭീകരിച്ചു, വളരെ പോസിറ്റീവായിട്ട് കണ്ടക്ട് ചെയ്തു. അങ്ങനെ കണ്ടക്ട് ചെയ്ത് വന്ന ഊർജത്തെ അനുഗ്രഹമുദ്രയിലൂടെ ത്രിദിക്കുകളുമായുള്ള സർവ്വചരാചരങ്ങൾക്കും പകർന്നുകൊണ്ടാണ് ഈ ക്രിയ അവശേഷിക്കുക അല്ലെങ്കിൽ അവസാനിക്കുക. ഇത് ഈ അനുഗ്രഹമുദ്ര എന്നുള്ളത് നമ്മൾ ഈ പ്രകൃതി ബന്ധനം എന്ന് പറയുന്ന ഒളിമ്പസിന്റെ പ്രാക്ടീസിൽ പങ്കെടുത്ത ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാണ്. ഊർജത്തെ കൃത്യമായി വിസരണം ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് പ്രകൃതി ബന്ധനം എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസ് അല്ല. ആ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ഈ പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ ഭൂമിയുമായിട്ടും ആകാശവുമായിട്ടും ദിക്കുകളുമായിട്ടും കണക്ട് ചെയ്ത് സമൂഹവുമായിട്ടും പരമ്പരയുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. കൈകൾ പ്രത്യേക രീതിയിൽ തന്നെ കോർത്തുകൊണ്ട് കൈകൾ കോർക്കുന്നു. ആ കൈയിലൂടെ ഊർജ്ജ വിനിമയം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ പ്രാക്ടീസിന്റെ അവസാനം
നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തെ മുഴുവൻ തന്നെ ഇങ്ങനെ ചുഴി രൂപത്തിൽ ഉണർത്തിയെടുത്തുകൊണ്ട് അതിന് ഉയർന്ന ശക്തി പകർന്നുകൊണ്ട് ആ ശക്തിയെ നമ്മൾ ഇടത് കൈ കൊണ്ട് ചുറ്റുമുള്ള ശക്തികളെയെല്ലാം സ്വീകരിച്ച് ചാലനം ചെയ്യുകയും വലത് കൈ കൊണ്ട് അത് പ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിനാണ് നമ്മൾ അനുഗ്രഹ മുദ്ര എന്ന് പറയുക. ഈ രീതിയിൽ നമ്മൾ റെസ്റ്റിന്റെ മുകളിൽ റെസ്റ്റ് വെച്ചുകൊണ്ട് ചെയ്യുന്നത് ഈ അനുഗ്രഹ മുദ്ര എന്നുള്ള ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ യോഗ സാധനയിൽ ഇത്ര നേരം ചെയ്ത കാര്യങ്ങളെയെല്ലാം കൂടെ നമ്മുടെ ശരീരത്തിനകത്ത് നിറച്ചു നിർത്തിയിട്ട് ഊർജത്തിന്റെ ഒരു സംചാലകരായിട്ട് മാറുക എന്നുള്ള പ്രക്രിയയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് വളരെ വിസ്മയകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത ഒരുപാട് പേർക്ക് ഇതിന്റെ പലതരം റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്, അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ പരിസരത്തും തന്നെ അനക്കങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു പ്രാക്ടീസാണ് ഈ അനുഗ്രഹ മുദ്ര എന്ന് പറയുന്നത്. ഇത് ത്രിദിക്കുകളിലേക്കുമുള്ള സർവ്വചരാചാരങ്ങളിലേക്കുമാണ് പകർന്നു കൊടുക്കുന്നത്. അത് സത്തയുടെ അകത്തും പുറത്തുമുള്ള പ്രാപഞ്ചിക ചലനാത്മകതയുടെ ഭാഗമായ ചാലനത്തെ ബോധവുമായി ബന്ധിപ്പിച്ച് സമപാദത്തിൽ നിലനിർത്തി സർവരിലേക്കുമുള്ള ഊർജ പാരസ്പര്യ ബാന്ധവം സ്ഥാപിച്ചുകൊണ്ടാണ് യോഗ സാധനയുടെ പരിശീലന ക്രമം നമ്മൾ അവസാനിപ്പിക്കുന്നത്. അത് ഒന്ന് വിശദീകരിക്കാം. സത്തയുടെ അകത്തും പുറത്തുമുള്ള പ്രാപഞ്ചിക ചലനാത്മകത. എന്താണ് ഈ പ്രാപഞ്ചിക ചലനാത്മകത? പ്രപഞ്ചത്തിന്റെ സർവവും ചലിച്ചുകൊണ്ടിരിക്കും. ബോധത്തിന്റെ ചലനമാണ് പ്രപഞ്ച ചലനമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബോധചലനത്തിന് ഒരു പ്രേരണയുണ്ട്. ബോധത്തെ ചലിപ്പിക്കാൻ ഒരു പ്രേരണയുണ്ട്. ഈ പ്രേരണ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണൻ നമ്മുടെ അകത്തേക്ക് പോകുന്നത് ശ്വാസം വഴിയാണ്. അകത്തേക്കും പുറത്തേക്കും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോ സത്തയുടെ അകത്തും പുറത്തുമുള്ള പ്രാപഞ്ചിക ചലനാത്മകതയാണ് ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. പ്രാണചലനം എന്ന് പറയുന്നത്, പ്രാണചാലനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീര വ്യവസ്ഥയും നമ്മുടെ പരിസര വ്യവസ്ഥയും ആയിട്ടുള്ള വ്യവസ്ഥയുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിനകത്തൊരു വ്യവസ്ഥയുണ്ട്, പുറത്തൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകളുടെ ചാലനങ്ങളെ, അതായത് പ്രപഞ്ചബോധം ഉണർത്തി തന്ന പ്രാണന്റെ ചലനത്തെ നമ്മുടെ വ്യവസ്ഥ അകത്തും പുറത്തുമുള്ള വ്യവസ്ഥാ ചാലനങ്ങളുമായി കണക്ട് ചെയ്യുന്ന, എങ്ങനെ ബോധവുമായി ചേർത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഈ അകത്തും പുറത്തും സമപാദത്തിലാക്കി നിലനിർത്തുന്ന ഒരവസ്ഥയാണിത്. അതായത് ഈ നമ്മൾ പലപ്പോഴും ധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ അകത്തേക്ക് നോക്കിയ ധ്യാനമായി എന്ന് പറയാറുണ്ട്, പുറത്തേക്ക് നോക്കുന്നത് ധ്യാനമല്ല എന്ന് കരുതാറുണ്ട്. പുറത്തൊരു ലോകമില്ലാതെ അകത്തു മാത്രമാണ് ലോകം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രായോഗികമായിട്ട് അകത്തും പുറത്തുമുള്ളത് പുറത്ത് രണ്ട് ലോകങ്ങളായി നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി വിപുലപ്പെട്ട് മനസ്സിലാക്കിയാൽ അകത്തും പുറത്തുമുള്ളത് ഒരേ ലോകമാണെന്നും അത് രണ്ട് ധാരയിലൂടെ പോകുന്നതാണ്. നമുക്ക് ജീവധാര എന്നുള്ളൊരു ഇടത്താണ് നമ്മുടെ വ്യക്തി വ്യവഹാര ജീവിതമുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം. ആ വ്യക്തി വ്യവഹാര ജീവിതത്തിൽ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഈ അകത്തും പുറത്തുമുള്ളതിനെ അറിയുകയും ബന്ധിപ്പിക്കുകയും ചെയ്ത് അതിനെ സമപാദത്തിലാക്കി നിർത്തുമ്പോഴാണ് ജീവിതം സുതാര്യമാവുക, യോഗത്തിലായിരിക്കാൻ നമുക്ക് കഴിയും. അപ്പോ അത്തരത്തില് ഈ പ്രാണന്റെ ഭാഗമായിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ചലനങ്ങളെ ബോധവുമായി ബന്ധിപ്പിച്ച് സമപാദത്തിൽ നിലനിർത്തി സർവരിലേക്കുമുള്ള ഊർജ പാരസ്പര്യ ബാന്ധവം നിലനിർത്തുക എന്നാണ്. എന്താണ് ഈ സർവരുമായിട്ടുള്ള ഊർജ പാരസ്പര്യ ബാന്ധവം? നമ്മൾ വെബ് ഓഫ് ലൈഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ DP കോളേജ് പഠിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക് പാറ്റേൺ വർക്ക് ചെയ്യുന്നത്, ജാലികാ വിന്യാസം പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ജാലികാ വിന്യാസം അനുസരിച്ച് എല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമുണ്ട്. ഭൗതികമായ ബന്ധമുണ്ട്, ഊർജപരമായ ബന്ധമുണ്ട്, വിന്യാസപരമായ പാറ്റേണിക് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ ബന്ധത്തെ നിലനിർത്തി ഊർജ പാരസ്പര്യ ബാന്ധവം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ആ ഊർജ പാരസ്പര്യ ബാന്ധവം നിലനിർത്തുന്നതിലൂടെയാണ് നമുക്ക് യോഗത്തിലായിരിക്കാൻ കഴിയുക, നമുക്ക് സുസ്ഥിരതയിലായിരിക്കാൻ കഴിയുക, നമുക്ക് ജ്ഞാനത്തിലായിരിക്കാൻ കഴിയുക, നമുക്ക് ശാന്തിയിലായിരിക്കാൻ കഴിയുക, സമപാദത്തിലായിരിക്കാൻ കഴിയുക. അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിലൂടെയാണ് ഈ യോഗ സാധന ചെയ്ത് അവസാനിപ്പിക്കുന്നത്. ഇത് ഒരു തവണയോ രണ്ടു തവണയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അനുഭവവേദ്യമാകണം എന്നില്ല. ഇന്ന വഴിക്കാ പോകണം എന്നുള്ളതൊക്കെ പിടികിട്ടും. പക്ഷെ ഈ ചെയ്യുക എന്നുള്ളത് ഇവിടെ ഇതൊരു പ്രായോഗിക പരിപാടിയാണെന്ന് അറിയാലോ. ഇത് നമ്മൾ ആശയം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമല്ല.
ഇത് പ്രയോഗിച്ച് നമ്മൾ അനുഭവിച്ച് ബോധ്യപ്പെട്ട് നമ്മൾ അതിലേക്കായി നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ബോധത്തിന് അതുമാതിരിയുള്ള പരിവർത്തനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആ പരിവർത്തനത്തിലൂടെ നമ്മൾ ഒരു പ്രപഞ്ച വ്യക്തിത്വമായിട്ട്, പ്രപഞ്ച സത്തയായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണിത്. ഇപ്പൊ ചയോഗ സാധന നമ്മളെ ഈ വിധത്തിൽ കൊണ്ടവസാനിപ്പിക്കുന്നത്, വിശ്വവന്ദനത്തിലൂടെ കൊണ്ടവസാനിപ്പിക്കുന്നത് ഈ ഒരു പാരസ്പര്യ ബാന്ധവത്തിലേക്ക്, ആ സമ്പൂർണമായിട്ടുള്ള തുറവിയിലേക്ക്, പരമമായ യോഗത്തിലേക്കാണ്. നിരന്തര പരിശീലനം കൊണ്ട്, നിരന്തര തപത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. പക്ഷെ ചെയ്തു പോകുന്ന ആളുകൾക്ക് ഇത് അനുഭവിക്കാനും ബോധ്യമാകാനും കഴിയും എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അപ്പൊ ഈ ഒരു വഴിയിലേക്ക്, ചയോഗ സാധനയുടെ വഴിയിലേക്ക് വന്നെത്താൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വെറും 35 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ഈ ഒരു വിപുലമായ യാത്ര നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നിത്യാവസ്ഥയിൽ കൊണ്ടുവരാനുള്ള ഈ ഒരു വഴിയിലേക്ക് നിങ്ങളെ എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.